അപ്പവും അടിപൊളി ബീഫ് കറിയും സൂപ്പർ കോമ്പിനേഷനാണ്. നല്ല പഞ്ഞി പോലെയുള്ള അപ്പവും ബീഫ് കറിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല, ബീഫ് കറി ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്നതാണ് ഇന്ന് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ബീഫ് എടുത്ത് കഴുകി വെള്ളം പോയതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിത്തിരി ചാറ് പോലെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. കാരണം അപ്പത്തിന് കൂട്ടാനാണല്ലോ, അപ്പോൾ ഇത്തിരി ചാറ് വരാൻ ഡ്രൈ ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൽ നമ്മൾ ഓൾറെഡി നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം സവാളയിൽ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് തന്നെ ഇട്ടിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, വേപ്പില ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒരു പകുതി വേവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി നമ്മുടെ ഈ ഉണ്ടാക്കിയ മസാല അതിൽ ആഡ് ചെയ്യണം, ഒപ്പം ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ തക്കാളി സവാളയൊക്കെ ഒരുവിധം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. കുരുമുളകുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച പകുതി വേവായിട്ടുള്ള നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കി ഞാനിത് വേവിക്കാൻ വെക്കുകയാണ്. ഞാനിതിൽ ഏറ്റവും ലാസ്റ്റാണ് ഗരം മസാല ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഗരം മസാലയും വേപ്പിലയും കൂടി ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫുള്ള് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് എടുക്കാം. ഈ സമയത്ത് ഗരം മസാല നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനത് കാണിക്കാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അത് ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ അപ്പവും ബീഫ് കറിയും ഇവിടെ റെഡിയാണ്. ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ബീഫ് കറി. ഈ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ നല്ല നെയ്യുള്ള ബീഫിലിട്ടാൽ മാത്രമേ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.